എത്ര വ്യക്തമാണ്. നിങ്ങളെ കൊണ്ടുവരി, ഞങ്ങൾ ഈ പേരുകൊണ്ട് കാണിച്ചതുപോലെ ഞങ്ങളെ മശായിഖന്മാരെ വാദത്തിലോ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാദത്തിലോ സുന്നത്ത് ജമാഅത്തിന് എതിരുണ്ടെങ്കിൽ കൊണ്ടുവരി. അത് നിങ്ങളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആൺകുട്ടുണ്ടെങ്കിൽ കൊണ്ടുവരി. നിങ്ങൾ അതിനൊക്കെ നിങ്ങൾ ഒരുപാട് ജന്മം ഇനിയും ജനിക്കണം കേട്ടോ. എല്ലാ ആവശ്യങ്ങളും വീട്ടിൽ തരാൻ എല്ലാ പവറും അല്ലാഹു തന്ന ശൈഖ് അവറുകളെ, ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങൾ വീട്ടിൽ തരണം, ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണം. നേർക്ക് നേരെയുള്ള തേട്ടം, അതാണ് ഖുതുബിയ്യത്തിന്റെ വരികൾ, അതാണ് മങ്കൂസിന്റെ വരികൾ. എന്നാൽ ഇവിടെ പ്രശ്നം വന്നത് എവിടെ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? വെറും ഇടപെടലിന്റെ ലോകത്തേക്ക് കയറിപ്പോയി. ഈ ഒരു നേർക്ക് നേരുള്ള ചോദ്യം എന്ന സംഭവം തന്നെയാണ് ഒഴിവാക്കി. സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ വെറുതെ പറയല്ല, അയാൾ വന്നോട്ടെ. ഒന്നുകൂടി അയാൾ പറയട്ടെ, പഴയ ഒരു പ്രസംഗം കൂടി. സ്വന്തം പ്രസംഗത്തിന് മറുപടി പറയല്ലേ, പറയട്ടെ ഒന്നുകൂടി. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളെ സമീപത്ത് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ശൈഖ് അവറുകളെ, എന്റെ ഉപ്പ മരിച്ചുപോയി, കുറച്ച് ദിവസമായിരുന്നു. ഇന്നലെ ഞാൻ ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പ എന്നോട് ചോദിക്കുന്നു, മോനെ എന്റെ അവസ്ഥ നീ അറിയുമോ? ഞാൻ വലിയ ശിക്ഷയിലാ മോനെ, ഞാൻ വലിയ അദാബിലാണ്. നിങ്ങൾ ആ ഔസുല്ലാദമില്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു, അവരെ ദർബാറിൽ ചെന്ന് പറയണം എന്റെ കാര്യത്തിൽ ഇടപെടാൻ. ആ ചെറുപ്പക്കാരൻ അന്ന് രാവിലെ ഓടിപ്പോയി ഔസുല്ലാദം തങ്ങളെ ഹദറത്തിലെത്തി പറഞ്ഞു, എന്റെ ഉപ്പ മരിച്ചുപോയി. ആ ഉപ്പ ഇന്നലെ സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു ഒരു ശിക്ഷയിലാണ്, അദാബിലാണ്, അവരെ കാര്യത്തിൽ നിങ്ങളൊന്ന് ഇടപെടണം. ഒറ്റ ചോദ്യമാണ് ഔസുല്ലാദം ചോദിച്ച ചോദ്യം. മോനെ, നിന്റെ ഉപ്പ ഈ മദ്രസയുടെ വാതിലിലൂടെ ഒന്ന് വിട്ടുകിടക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഒന്ന് വന്നു പോയിട്ടുണ്ടോ? അതറിയേണ്ടതുണ്ട്. ചെറുപ്പക്കാരൻ മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസം ഉപ്പ വന്നിട്ട് പറയുന്നു, രക്ഷപ്പെട്ടു മോനെ, രക്ഷപ്പെട്ടു. എന്റെ വിഷയത്തിൽ ഔസുല്ലാദം ഇടപെട്ടു, എന്റെ ശിക്ഷ മുഴുവനും പോയി. എന്നെ സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്നൊക്കെ പറയില്ല വലിയ, അതിൽ ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ടി ഇയാൾക്കാണ്. ഇപ്പൊ ആർക്കും അവാർഡ് കൊടുക്കേണ്ടിയില്ലേ? സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി. ഈ പറഞ്ഞില്ലേ ബിരുദായിട്ട് കാണിക്കാൻ കഴിയില്ലേ? ഞാൻ ആരോടാ വരണ്ടേ? എത്ര എണ്ണമാണ് എനിക്ക്? നീ എൻ്റെ ഈ ചോദ്യം വെച്ചിട്ട് ഞാൻ കോമ്പലൊക്കെ തീ കൊടുക്കുന്ന ആളാ. ഇൻഷാ അല്ലാഹ് കാണാം നമുക്ക് കേട്ടോ. നിങ്ങൾ പറഞ്ഞ മാറ്റി പറയില്ല, നിങ്ങൾ പറഞ്ഞ നിങ്ങളെന്നെ മറുപടി പറയില്ല. കൊണ്ടുപോയി കൊണ്ടുവരടാ, 1000 വട്ടം കൊണ്ടുവരും, 1000 കൊണ്ടുവരും. ഇതെന്താ മനസ്സിലാക്കി? ആരോടാ ചോദിക്കണ്ടേ? ഇത് ആൾക്കാർ വേറെ. ഇപ്പൊ ഒന്ന് പിടിച്ചോ കേട്ടോ. ഇസ്തിഹാസ ഇടപെടലല്ല, ഇസ്തിഹാസനെ ഇടപെടലാക്കി. നേർക്ക് നേരുള്ള ചോദ്യം അതിനെ മാറ്റിമറിച്ചു എന്നും പറഞ്ഞിട്ട് പ്രസംഗിച്ച ഇജന്നെ ഇസ്തിഹാസ ഇടപെടലാന്ന് പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ചിട്ടില്ലേ? ഇതിൽ പേതാ ശരി? ഇസ്തിഹാസ ഇടപെടലാണോ? എങ്ങനെ മൊയ്തീൻ ശേഖനോട് ഇടപെടാൻ പറഞ്ഞു? നേർക്ക് നേരുള്ള ചോദ്യത്തെ എങ്ങനെ ഇടപെടലാക്കിയേ? പറയടാ മറുപടി. ആണെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ അതിനുണ്ടോ? നേർക്ക് നേരെ എല്ലാ അധികാരം കൊടുത്ത മൊയ്തീൻ ശേഖനോട് പിന്നെന്താ ഇടപെടാൻ പറഞ്ഞത്? ഇസ്തിഹാസ ഇടപെടലല്ലെങ്കിൽ ആ ഇടപെടലിന്റെ മയനെന്ന് വെച്ചാൽ എത്ര ഇടപെടല? 3 ആദ്യം ബാപ്പ സ്വപ്നത്തില് കുട്ടിയോട് ഇടപെടാൻ മൊയ്തീൻ ശേഖനോട് ഇടപെടാൻ വേണ്ടി പറയുന്നു. ശേഖനോട് പറയണം. അങ്ങനെ കുട്ടി പോയിട്ട് ശേഖനോടിന്റെ ബാപ്പ ഇങ്ങോട്ട് പോയി ഇടപെടാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നില്ല. രണ്ടാമത്തെ ഇടപെടലേ. മൂന്നാമത്തതോ ബാപ്പ വീണ്ടും വന്ന് ശേഖ് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയല്ലേ? എത്ര ഇടപെടലുള്ളൂ? ഇതെങ്ങനെ വന്നത്? ഇവിടുന്ന് വന്നു. നേർക്ക് നേരെയുള്ള ചോദ്യം ഇവിടെ പോയി. കാണിക്കാൻ കഴിയില്ലല്ലേ? കുറച്ച് പണി ഉണ്ടാവും. ഇത് വേറെ ആൾക്കാർ എൻ്റെ കുഞ്ഞാടുകളുടെ മുമ്പിലൊക്കെ പറയാ, ഞങ്ങളുടെ മുമ്പിൽ നടക്കില്ല മോനെ, ഒന്ന് പിടിച്ചോ, ബാക്കി നാളെ മറ്റന്നാളൊക്കെ പ്രതീക്ഷിച്ചോ കേട്ടോ. കൊണ്ടുവരാ 1000 കൊണ്ടുവരടോ. സ്വന്തം പ്രസംഗത്തിന് ജന മറുപടി വരണ്ടേ? അതൊക്കെ കൈക്ക പിടിച്ചല്ലേ നമ്മൾ കുത്തിറക്കണ്ടേ? എപ്പ ചോദിക്കണം? ഈ ചോദിക്കാൻ വേണ്ടി കാത്തിക്കാൻ ഞാൻ. ഇത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല, അപ്പോഴത്തിന് പറഞ്ഞു. മനസ്സിലായോ? ഈ ചോദിച്ച് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവില്ല. സമതന്റെ ഫോണൊക്കെ ഒന്ന് നോക്കി. ഇപ്പൊ അതായത് ഗ്രൂപ്പിലില്ലല്ലോ. സമതന്റെ ഫോൺ വാങ്ങിക്കാണെന്ന് സമത ഒന്ന് കാണിച്ചു കൊടുത്താ ഞാൻ കാണിച്ചു കൊടുക്കുക. അടുത്ത ഞാൻ നാളെ തരാം, അത് കാണിച്ചു കൊടുക്കേണ്ടി കേട്ടോ. ഒന്ന് പിടിച്ചോ. ഇനി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. എനക്ക് മാണല്ലേ? എത്ര മാണെന്ന് ചോദിച്ചാൽ മതി, എത്ര മാണ്ടിന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടെ അതിനെ നമ്മൾ കുത്തിറക്കണ്ട. നീ ഇങ്ങനത്തെ വിചാരിച്ച് എൻ്റെ ഒരു നമ്മൾ സ്റ്റേജോ മൈക്കോ കാര്യോ 5 ദിവസം ചിലവോ ഒന്നുമില്ല. ഞാൻ അതിൻ്റെ വരിയിൽ ഇങ്ങനെ ഇരിക്കണേ. അങ്ങനെ വിട്ടുതരണേ. സമതിന്റെ ഫോണൊന്ന് വാങ്ങി വെച്ചോ, 2 ദിവസം കഴിഞ്ഞ് കൊടുക്കാം. എന്നപ്പോൾ എൻ്റെ നേരോടെ എത്തിക്കോളും. അല്ലെങ്കിൽ കുഞ്ഞമ്മീൻ്റെ വാങ്ങിക്കോ. അല്ല അപ്പോൾ സമത കുഞ്ഞമ്മക്ക് ഞാൻ ഫോണൊന്ന് കൊടുത്താണെങ്കിൽ തൽക്കാലം 2 ദിവസം വെക്കാൻ പിടിച്ചോട്ടെ. അവനക്ക് ഞാൻ അവൻ്റെ പൂതി ആണ് തീർത്തു കൊടുക്കാം.
ബാക്കിയൊക്കെ നമ്മൾ തരുന്നുണ്ട് കേട്ടോ. ഓരോന്ന് പറയാൻ തരും. ബേജാറാണ്ട. കൂൾ കൂൾ കൂൾ.